വിജയുടെ നമസ്കാരം. നമസ്കാരം. വിജയുടെ പാകിസ്ഥാൻ മാത്രമല്ല നമ്മുടെ ശത്രു എന്ന് പറയുന്നത്, അതിന്റെ കൂട്ടത്തിൽ തുർക്കി നമ്മുടെ ശത്രുവായിട്ട് നിലവിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ തുർക്കിക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ഒരു വലിയ ഒരു പരാതിയാണ്. കാരണം തുർക്കിയിലേക്ക് നമ്മൾ കാര്യമായിട്ടുള്ള എന്താണ് ഒരു തുർക്കിക്ക് ഒരു സെറ്റ് ബാക്ക് നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഡൽഹി ബ്ലാസ്റ്റിന് ശേഷം തുർക്കിയുടെ ഒരു സൈനിക വിമാനം ഒക്കെ തകർന്നു വീണത് വലിയ വാർത്തയായിരുന്നു. അതിന് പിന്നിൽ ആരാണ് എന്നിപ്പോഴും അറിയില്ല. പക്ഷെ ഡൽഹി ബ്ലാസ്റ്റിന് ശേഷമാണ് അത് നടന്നത് എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇപ്പോഴിതാ അടുത്ത നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 അതിന്റെ പല രീതിയിലുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പരിണിതപ്രജ്ഞരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ, പിന്നെ വിമുക്ത ഭടന്മാർ, ഇവരെല്ലാവരും തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 എങ്ങനെയായിരിക്കും എന്നുള്ള വിലയിരുത്തലിൽ അവർ പറയുന്നത് പാകിസ്ഥാന് മാത്രമായിരിക്കില്ല ഈ ഓപ്പറേഷൻ സിന്ദൂർ 2.0യിൽ ഒരു അടി നമ്മൾ കൊടുക്കാൻ പോകുന്നത്. തുർക്കിക്കും ഗംഭീരമായിട്ടുള്ള ഒരു അടി ഇതിൽ ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. അതിന്റെ സൂചനകൾ യൂറോപ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ എനിക്കത് അങ്ങോട്ട് മനസ്സിലായില്ല, എന്താണ് ഈ യൂറോപ്പിൽ നിന്ന് നമ്മൾ തുർക്കിക്ക് അടി കൊടുക്കും എന്ന് പറയുന്ന ഈ സൂചനകൾ എന്ന് അവർ ഉദ്ദേശിക്കുന്ന കാര്യം? ധനുഷേ, കഴിഞ്ഞ ദിവസം ഒരു വലിയ റിപ്പോർട്ട് പുറത്തു വന്നത് വലിയ വാർത്തയാണ്. നമ്മുടെ ദേശീയ ചാനലുകളും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളും അടക്കം എല്ലാ മാധ്യമങ്ങളും ലോകത്ത് എമ്പാടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടൊരു വലിയ വാർത്തയാണ്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് ഒരു വലിയ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതായത് ഈ ഹമാസ് ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്നു, പ്രത്യേകിച്ച് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ അവർ പിടിമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ഒരു ഉത്തരവ് നൽകുന്ന ദിവസം സജീവമാകാനുള്ള നിർദ്ദേശം. അതായത് എവിടുന്നോ ഇവർക്കൊരു ഉത്തരവ് വരും. ആ ഉത്തരവ് വരുന്ന സമയം തന്നെ ഈ യൂറോപ്യൻ യൂണിയനിൽപ്പെടുന്ന രാജ്യങ്ങളിൽ ഒരേ സമയത്ത് അക്രമവും കലാപവും നടത്താനുള്ള ഒരു ടെറർ അറ്റാക്കുകൾ നടത്താൻ ഇവർ അതിനു വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. സ്ലീപ്പർ സെല്ലുകളല്ല, വിവിധ സംഘടനകളുടെ പേരിലാണ് ഇവർ. ഹമാസ് എന്നുള്ളതല്ല, മനുഷ്യാവകാശ സംഘടന, പരിസ്ഥിതി സംഘടന. ഇപ്പൊ ഹമാസിന് വേണ്ടിയിട്ട് യൂറോപ്പിലുടനീളം ദൈനംദിനം പ്രകടനങ്ങൾ നമ്മൾ കാണാറുണ്ട്, UK-ലും USA-ലും ഒക്കെ. പിന്നെ പലസ്തീനെ അനുകൂലിച്ചുകൊണ്ട് ഇതാണ് പാലസ്തീൻ ഐക്യദാർഢ്യ സംരക്ഷണ റാലി. അത് നമ്മുടെ കേരളത്തിലൊക്കെ നടക്കുന്നത് പോലത്തെ കണ്ടില്ലേ? ഇന്നലെ ഒരു കൈലിക്കഷ്ണം തോളത്തിട്ടിട്ട് മറ്റേ ഗസയിലെ കുട്ടികളുടെ പേരൊക്കെ വായിക്കുന്നത് ആ സാധനം. അത് നമ്മുടെ കേരളത്തിൽ ആ ഒരു മോഡലാണെങ്കിൽ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല. അവർ ഇവിടെ അങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ പറ്റില്ല, കാരണം അത് വേറെ വല്ല മണി നടക്കും. അതുകൊണ്ടാണ് കേരളത്തിൽ തെരുവിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത്. അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ ഇവർ വളരെ ശക്തമായിരിക്കും. ഇത് മൊസാദിന്റെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിയന്നയിലെ ഓസ്ട്രിയയുടെ സ്റ്റേറ്റ് സെക്യൂരിറ്റി ആൻഡ് ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഒരു വലിയ റെയ്ഡ് നടത്തി. ആ റെയ്ഡിൽ ഇവര് ഇത്തരം മൊഡ്യൂൾസുകളെ കണ്ടെത്തുകയും അവരുടെ കയ്യിൽ നിന്ന് ആയുധങ്ങളും മറ്റും പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇതിന്റെ ഒരു ശൃംഖല വളർന്നു വന്നിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ജർമ്മനിയിൽ ഒരു റെയ്ഡ് നടക്കുകയുണ്ടായി. സെയിം ടൈം തന്നെ ഈ റെയ്ഡിലും അനവധി ഇതുപോലുള്ള സംഘടനകളും സംഘടനാ പ്രവർത്തകരെയും ഇവരുടെ കയ്യിൽ നിന്ന് ഇതുപോലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ആയുധങ്ങളും മറ്റുമൊക്കെ പിടിച്ചെടുത്തു. അതായത് യൂറോപ്പ് ഏത് നിമിഷവും ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ ഇത് മൊസാദാണ് ഈ ഒരു ഇന്റലിജൻസ് വിവരം ചോർത്തി കൊടുത്തത്. നിങ്ങളുടെ രാജ്യങ്ങളെല്ലാം ഇവർ പിടിമുറുക്കിയിരിക്കുന്നു, സ്വാഭാവികമായി തന്നെ ഏത് നിമിഷവും അവർ വരും. അപ്പൊ ഇതിന്റെ തല എവിടെയാണ് എന്നുള്ളൊരു അന്വേഷണം എത്തി നിൽക്കുന്നത് ഖത്തറും തുർക്കിയുമാണ്. അതിൽ തന്നെ തുർക്കിയാണ് ഇപ്പോൾ ഹമാസിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം നമുക്ക് വരാം. ഹമാസ് ഗസയിൽ മാത്രമല്ലേ ഉള്ളൂ. മുമ്പ് എനിക്ക് തോന്നുന്നു കുറച്ചു നാൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ ഭീകരവാദികളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല പോരാടുന്നത്, ലക്ഷ്യത്തിനേക്കാൾ അപ്പുറത്ത് സാമ്പത്തിക ബെനിഫിറ്റിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ISIS പോലെയുള്ള സംഘടനകൾ കൊട്ടേഷൻ ടീമുകളായി മാറുകയും അവരെ വിവിധ രാജ്യങ്ങളും ഒപ്പം തന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരുമൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ അവരുടെ മയക്കുമരുന്ന് കടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാരണം ഇവർക്ക് പണം ആവശ്യമാണ്. മുമ്പ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു, അതായത് തീവ്രവാദികൾക്ക് തോക്കും വെടിയുണ്ടയും ഒക്കെ വേണമെങ്കിലും പണം വേണം. പിന്നെ ഈ വയറിനകത്തോട്ട് മതം പുഴുങ്ങി കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് മാറില്ലല്ലോ, അതിന് ഫുഡ് കഴിക്കണം. പിന്നെ ഇവർക്ക് ഷെൽട്ടറുകൾ ആവശ്യമുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് ഇവർക്ക്. അപ്പോൾ ഇവർക്ക് നന്നായി പണം വേണം. കാരണം ഈ ഭീകരവാദികളുടെ ഒരു ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം നന്നായി എൻജോയ് ചെയ്യുന്നവരാണ്. അതായത് നമ്മുടെ ഈ പഴയ കാല പുരാണങ്ങളിലും മറ്റും കാണുന്ന പോലെ ഇവരെവിടെങ്കിലും ഇവരുടെ അധിനിവേശം നടത്തുന്നു, അവിടുന്ന് കുട്ടികളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോകുന്നു, ആ സ്ത്രീകളെ റേപ്പ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ യസീദിയുടെ കാര്യത്തിൽ കണ്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് കണ്ടു. അവിടെ ഒരു ഹിന്ദു പെൺകുട്ടി, ഒരു വധുവാണ് അവർ വിവാഹത്തിന് പോകുമ്പോൾ ആ വാഹനം തടഞ്ഞു നിർത്തിയിട്ട്
അവിടുത്തെ ഒരു ജനപ്രതിനിധിയുടെ മകനാണത്. തടഞ്ഞു നിർത്തി പെൺകുട്ടിയെ തട്ടിയ കാറിൽ കയറ്റുന്ന ഒരു വീഡിയോ ആണ്. കാണുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. ഹിന്ദുവിന്റെ അവസ്ഥയാണ് പാകിസ്ഥാനില്. ഇതാണ് അതിന്റെ വിഷയം. അപ്പം ഈ ഭീകരവാദികളെ സംബന്ധിച്ച് അവർക്കിപ്പോ അവരുടെ ഐഡിയോളജി അവർ മുൻപിൽ വെച്ചിട്ട് പിരിവാണ് നടത്തുന്നത്. അതിന്റെ ഏറ്റവും വലിയ നല്ല വൃത്തിക്ക് പിരിവ് നടത്തുന്ന ഒരു സംഘടനയാണ് ഹമാസ്. നമുക്കറിയാം ഹമാസ് എപ്പോഴൊക്കെയാണ് ഇസ്രായേലിനെ ചൊറിയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതായത് ഈ മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനത്തിന്റെ ഭാഗമായി വ്രതമനുഷ്ഠിക്കുന്ന കാലയളവുണ്ട്. അവർ നോമ്പ് നോക്കുന്ന കാലം, നോമ്പ് കാലം. ആ നോമ്പ് കാലത്ത് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇവർ നോമ്പ് കാലം തിരഞ്ഞെടുക്കുന്നത്? അതിന് കൃത്യമായി അവർക്കൊരു ഉത്തരമുണ്ട്. നോമ്പ് കാലത്താണ് ഈ മുസ്ലിം വിഭാഗങ്ങൾ അവർ ഏറ്റവും കൂടുതൽ സക്കാത്ത് നൽകുന്നത്, സൗജന്യങ്ങൾ, അതായത് ദാനം നൽകുന്ന ഒരു സമയമാണ് ഈ സമയം. അപ്പോൾ ഈ സമയത്ത് ഇവരെന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഗസയിലെ കുട്ടികളുടെ മറ്റുമൊക്കെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് സേവ് ഗസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഫണ്ട് തരണം, നമ്മുടെ കുട്ടികൾ നിരാലംബരായി, അതായത് നല്ല രീതിയിൽ ലോകത്തുള്ള മുഴുവൻ ഇസ്ലാമികളും കേരളത്തിൽ നിന്നടക്കം വലിയ രീതിയിൽ പിരിവ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഒരു മാനുഷിക പരിഗണന എന്ന പേരിൽ ഒരു വലിയ ഫണ്ട് കളക്ഷൻ നടത്തും. ഇപ്പൊ സൗദി പോലെയുള്ള, ഖത്തർ പോലെയുള്ള ഇടങ്ങളിൽ ഭരണകൂടങ്ങൾ നൽകുന്നത് കൂടാതെ തന്നെ അവിടുത്തെ വലിയ വലിയ ഷേഖുമാരൊക്കെ കൊടുക്കുന്ന കോടികളാണ്. ഇത്തരത്തിൽ ഈ ഒരു സീസൺ കഴിയുമ്പോൾ, അതായത് ആദ്യം പോയി ഇസ്രായേലിനെ ആക്രമിക്കും. സ്വാഭാവികമായി ഇസ്രായേലിന്റെ ഒരു രീതി നമുക്കറിയാം. അവരെ ആക്രമിച്ചാൽ അവർ വെറുതെ ഇരിക്കാറില്ല, അവർ തിരിച്ചടിക്കുമ്പോൾ ഇരവാദവുമായി ലോകമെമ്പാടും തെണ്ടാനിറങ്ങും, പിച്ചയ്ക്കിറങ്ങും. ഇതാണ് അവരുടെ ഒരു പാറ്റേൺ. അത് മറ്റ് ഭീകര സംഘടനകളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ്, ഇപ്പൊ നമ്മളത് കാണാറില്ല, ഈ കാർഡ് അടിച്ചുകൊണ്ട് വരില്ലേ, അതായത് വെള്ളം പൊങ്ങി, ഉടുതുണിയില്ല, ഇല്ലെങ്കിൽ എന്തെങ്കിലും തരണം ആന്ധ്രയിൽ, അത് പൊങ്ങി ഇത് പൊങ്ങി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. പണ്ട് വരുമായിരുന്നു, ഇപ്പോഴില്ല. അതേ മാതൃകയിൽ ഇവര് ഇത്തരം എല്ലാ രാജ്യങ്ങളും പിരിവ് നടത്തുമായിരുന്നു. പിന്നീട് ഇതെല്ലാവരും തിരിച്ചറിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടുത്തെ ഭരണകൂടങ്ങൾ ഇവർക്ക് ഇങ്ങനെ ക്യാഷ് കൊടുക്കാതായി. പകരം അവർ പറഞ്ഞു, നിങ്ങളുടെ എന്താ തകർന്നത്? ഹോസ്പിറ്റൽ ഞങ്ങൾ കെട്ടിത്തരാം. എന്താ തകർന്നത്? നിങ്ങൾക്ക് മരുന്ന് വേണം, അത് ഞങ്ങൾ അതായിട്ട് ഉൽപ്പന്നമായിട്ട് കൊടുക്കാൻ തുടങ്ങി. അതുമാത്രവുമല്ല, ഇസ്രായേൽ ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ഗസയിൽ പിടിമുറുക്കുകയും ഹമാസിനെ ഉന്മൂലനാശം ചെയ്യുകയും ചെയ്തു. നമ്മൾ ഏവരും കണ്ടതാണ്. ഹമാസ് കൊട്ടിഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് സൈനികരൊന്നും നമ്മളവിടെ കണ്ടില്ല. അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സൈനികരുണ്ടെന്നൊക്കെ. പക്ഷേ ഇവര് അതിനോടകം തന്നെ ലോകത്തെമ്പാടും അവരുടെ നെറ്റ്വർക്ക് വ്യാപിപ്പിച്ചിരുന്നു. അതായത് ലോകത്തെ ഒരു വലിയ ഭീകര സംഘടനയായി മാറുക, അതായത് ലോകത്തെമ്പാടും തങ്ങളുടെ ഒരു രീതി നടപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവര് പിന്നീട് ശ്രദ്ധ വെച്ച ഒരു സ്ഥലം പാകിസ്ഥാനാണ്. പാകിസ്ഥാനിൽ അവരുടെ ഒരു കേന്ദ്ര ബിന്ദു ആക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് അറ്റാക്ക് നടത്താനുള്ള ശ്രമമായിരുന്നു. ഒരു വർഷം മുമ്പ് ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം ഞങ്ങൾ അതിന്റെ വീഡിയോസ് ആയിട്ട് നമ്മൾ അന്ന് കൊടുത്തിരുന്നു. അതായത് ഈ ഹമാസിന്റെ നേതാക്കളെ പാക് അധിനിവേശ കാശ്മീരിലേക്ക് ആനയിച്ചു കൊണ്ടിരുന്നു. അവിടെ വെച്ച് അവർ പറഞ്ഞത്, കാശ്മീർ ഞങ്ങൾ പിടിച്ചെടുക്കും, ദില്ലിയിൽ രക്തമൊഴുകുമെന്നാണ് ഹമാസിന്റെ നേതാക്കൾ പറഞ്ഞത്. അതുമാത്രവുമല്ല, അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഈ ഹമാസിന്റെ നേതാക്കൾക്ക് അവരുടെ സൈനിക താവളത്തിൽ എത്താനും ഹമാസിന്റെ ഈ പറയുന്ന ഭീകരന്മാർക്ക് ട്രെയിനിങ് നൽകി എന്ന് ഇസ്രായേലാണ് പുറത്തു വന്നത്. അപ്പൊ എന്തുകൊണ്ട് ഹമാസ് പാകിസ്ഥാൻ ഫോക്കസ് ചെയ്തതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ കേന്ദ്രമായിക്കൊണ്ട് ഇന്ത്യ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ നീക്കം. ഇത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇതുവരെ ഹമാസിനെ നിരോധിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇവിടെ പറ്റി നടത്തുമ്പോൾ പറഞ്ഞത്, ഹമാസിനെ നിരോധിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പം ഈ അടുത്ത് പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ അത് ഹമാസ് മോഡലായിരുന്നു. അതായത് നമ്മുടെ ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്നതിന് സമാനമായി തന്നെയായിരുന്നു ഇവിടെയും നടന്നത്. ഹമാസ് ഇതിനെ തുടർന്ന് ഇസ്രായേലിൽ നിന്നൊരു സംഘം ജമ്മു കാശ്മീർ സന്ദർശിച്ചിരുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം. കാരണം ഇത് ഹമാസ് മോഡൽ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി. അപ്പൊ അതുകൊണ്ട് അവർ കൺഫേം ചെയ്തു ഇത് ഹമാസ് മോഡൽ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം നമ്മൾ കണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു തിരിച്ചടിയായിരുന്നു. ആ തിരിച്ചടി സമയത്ത് പാകിസ്ഥാൻ അവലംബിച്ച മെത്തേഡ്, അതായത് ഈ ഡ്രോണുകളെ കൂട്ടത്തോടെ വിടുക. ഈ ഡ്രോണുകളെ കൂട്ടത്തോടെ വിടുന്നത് ഇതിനു മുമ്പ് നമ്മൾ എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഇസ്രായേലിലേക്ക് ഗസയിൽ നിന്ന് വിടുന്ന ഡ്രോണുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരേ ഒരു മാതൃകയുള്ളൂ. അതിനിപ്പം ഇസ്രായേലിന്റെ സംഘമൊന്നും വരണമെന്നില്ല. കൃത്യമായി വാർത്ത കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകും ഇത് ഹമാസിന്റെ യുദ്ധതന്ത്രമാണെന്ന്. അതിനുശേഷം പിന്നീട് ജമ്മു കാശ്മീർ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു. അവിടുത്തെ ആശുപത്രികളിലെല്ലാം ആയുധപ്പുരകളാക്കാൻ ഒരു വലിയ നീക്കം നടന്നിരുന്നു. ഈ ഡോക്ടർമാരെ കൊണ്ട് കുറച്ച് ഡോക്ടർമാരെ ചാവേറുകളാക്കുക എന്ന് മാത്രമല്ല അവർ ഉദ്ദേശിച്ചത്. കുറച്ച് ഡോക്ടർമാരുടെ മറവിൽ ഈ ആശുപത്രികളിൽ, അതും എവിടെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്? ഗസയിലാണ് കണ്ടിരിക്കുന്നത്. അതായത് അവിടുത്തെ ആശുപത്രികളുടെ അണ്ടർഗ്രൗണ്ടിലും മറ്റും ഓപ്പറേഷൻ തിയേറ്ററിലും മറ്റുമൊക്കെ ഇവർ ആയുധം സൂക്ഷിക്കും. അതായത് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആശുപത്രിയാണ്, ഇവിടെയാണ്. കാരണം അത് സേഫാണ്. ആശുപത്രിയിൽ നമ്മളിപ്പോ ഈ ആയുധം സൂക്ഷിച്ചാൽ സേഫാ. നമ്മളിപ്പോ സിനിമകളിലും മറ്റും കാണാറുണ്ട് ഈ ആംബുലൻസിനകത്ത് വ്യാജമദ്യം കടത്തുന്നതും
ഇല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്നത്. കാരണം എന്താ, ആംബുലൻസ് സേഫ് ആണ്, അത് പോലീസ് തടയില്ല, ആരും ചെക്ക് ചെയ്യില്ല, മറ്റേ സൈറൺ നവാസ് മുഴക്കി പോയാൽ. ആയുധം സൂക്ഷിക്കുന്ന ഒരു വലിയ ഫേമസ് ആയിട്ടുള്ള ഒരു ആശുപത്രി ഉണ്ട്, അൽ ഷിഫ എന്ന് പറഞ്ഞ്, ആ ഗസയില്. അവിടെ അൽ ഷിഫ, ഇവിടെ അൽ ഫല. അത്രേ ഉള്ളൂ, രണ്ടിലും അൽ അൽഫല അല്ല, അല്ലല്ല, ഇവിടെ അൽഫലയല്ല, ജമ്മു കാശ്മീരിൽ ഉടനീളം ആശുപത്രികളായിരുന്നു ഇതിനു വേണ്ടിയിട്ടുള്ള സെന്റർ. അവിടെ ഇവര് അണ്ടർഗ്രൗണ്ട് തുരങ്കം നിർമ്മിച്ചിരുന്നു. ഈ അണ്ടർഗ്രൗണ്ട് എന്താണ്, അറകൾ ഇത് സൂക്ഷിക്കാനുള്ള, അതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത്. അപ്പം ഇത് വലിയ രീതിയിലാണ്. ഇതും ശരിക്കും ഹമാസിന്റെ മാതൃകയിൽ തന്നെയുള്ള നീക്കങ്ങൾ തന്നെയാണിത്. ഇസ്രായേൽ മുൻപ് ഇന്ത്യയോട് പറഞ്ഞിരുന്നു, ഹമാസ് ആണ് ഇനി നിങ്ങളുടെ ശത്രു. കാരണം ഹമാസ് ലോകമാകെ പടരാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലോകത്ത് ഇതിനു മുമ്പ് പടർന്നിരുന്ന ഒരു ഭീകര സംഘടന എന്ന് പറഞ്ഞാൽ IS ആയിരുന്നു. അവർ പിന്നീട് പലതായി ചിതറിപ്പോവുകയും അവരുടെ ശക്തി ക്ഷയിക്കുകയും, എന്തിനേറെ പറയുന്നു, അവർ അമേരിക്കക്കെതിരെ ഫൈറ്റ് ചെയ്തെങ്കിൽ ആ അമേരിക്ക തന്നെ സിറിയയിലടക്കം അവരെ ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ ഭരണങ്ങൾ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഭരണകൂടത്തെ നമ്മുടെ ഒരു റഷ്യയിലേക്ക് ഓടിയ ഇറാന്റെ ഒരു ഭരണാധികാരി ഓടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ IS ഈ സഹായം തേടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സംഘടന രൂപീകരണത്തിന്റെ പിന്നിൽ ഈ അമേരിക്ക തന്നെയാണ്. അപ്പം ഇവരെ പലരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇവർ ഛിന്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിസിബിലിറ്റി കിട്ടാനും കൂടുതൽ ഇടങ്ങളിലേക്ക് പോകാനും പറ്റിയ സംഘടന ഹമാസ് ആണ്. IS പോലല്ല. ISISനെ ജനം കാണുന്ന ഒരു ക്രൂരമായ സംഘടനയാണെങ്കിൽ ഹമാസിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന് മാനുഷികമായ ഒരു മുഖം. നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ കേരളത്തില് ചിലരൊക്കെ വലിയ നിലവിളിക്കുന്ന കണ്ടില്ലേ. ഹമാസിന് വേണ്ടി മെഴുകാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഈ സാംസ്കാരിക ലോകത്ത്? ആരുമില്ല. അപ്പം അങ്ങനെ ഒരു മുഖം ഇവർക്ക് പറ്റും. അതായത് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ടിന്റെ അതേ മുഖം. പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടനയുടെ ഈ ഓഫീസുകളും മറ്റും കണ്ടിട്ടില്ലേ, പ്രകൃതി, കാരുണ്യം, സ്നേഹം, നന്മ, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പേരുകൾ പോകുന്നത്. ഇവർ സംസാരിക്കുന്നതും അങ്ങനെയാണ്, അധസ്ഥിതർക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഗസയിലെ ഇരകൾക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഇരവാദം മുഴക്കിക്കൊണ്ട് നെഞ്ചത്തടിയും നിലവിളിയുമായിട്ട് ഇവരുടെ ഒരു വിസിബിൾ ആയിട്ടുള്ള മുഖം നിൽക്കുമ്പോൾ, മറുഭാഗം ഈ രാജ്യത്തെ തകർക്കാനുള്ള വലിയ ഭീകരവാദ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തുർക്കി റിലേഷൻ ഇതിന് കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം തുർക്കിയാണ് ഈ ഹമാസിന്റെ ഇപ്പോഴത്തെ ഹെഡ് ഓഫീസ്. കാരണം ഖത്തർ പതുക്കെ അവിടുന്ന് തടി ഊരിയിട്ടുണ്ട്. അപ്പോൾ ഖത്തറിന് ഈ അടുത്തൊരു അടി ഇസ്രായേൽ കൊടുക്കുകയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഖത്തർ പതുക്കെ, കാരണം ഖത്തർ എങ്ങനെയെങ്കിലും മുമ്പോട്ട് പോകാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു രാജ്യമാണ്, ബിസിനസ്സിൽ ഡെവലപ്പ് ചെയ്ത് സേഫായിട്ട് മുമ്പോട്ട് പോകാനുള്ള ഒരു കാര്യമാണ്. ഖത്തറാണ് ഇതിന്റെയൊക്കെ കേന്ദ്ര ബിന്ദുവെങ്കിൽ പോലും ഇപ്പോൾ അവർ അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ നീങ്ങുന്നില്ല. അപ്പം ഇന്ത്യയില് ഹമാസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. കാരണം ഹമാസ് ലിങ്കഡ് ആണ് ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം, ഈ ഓപ്പറേഷൻ സിന്ദൂർ അടക്കം. അങ്ങനെയാണ് തുർക്കി ഇതിലേക്ക് ഇന്ത്യയുടെ ശത്രുപക്ഷത്തേക്ക് പ്രത്യക്ഷത്തിൽ വരുന്നത്. മുമ്പ് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാനെ നിരന്തരം പിന്തുണയ്ക്കുന്ന രാജ്യമായിരുന്നു തുർക്കിയെങ്കിൽ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മളുമായി ഏറ്റുമുട്ടുന്ന ഒരു രാജ്യത്തിലേക്ക് അവർ നീങ്ങുന്നു. ഇതേ സമയത്ത് തന്നെയാണ് ഇവർ ഇസ്രയേലുമായിട്ട് ഉടക്കുന്നത്. ഇസ്രയേലിന്റെ പ്രസിഡന്റ് പോകാനായിട്ട് വ്യോമപാത, അത് നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്, വ്യോമപാത നിരോധിച്ചു, വ്യോമപാത അനുവദിച്ചില്ല. ഒപ്പം തന്നെ തുർക്കിയുടെ തുറമുഖങ്ങൾ വഴിയാണ് ഇസ്രായേൽ അവിടെ സാധന സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരുന്നത്, അവിടെ അനുവദിച്ചിട്ടില്ല. അതായത് തുർക്കിയും ഇസ്രായേലും ഏത് നിമിഷവും അടിപൊട്ടാവുന്ന അവസ്ഥയിലാണ്. അപ്പം സ്വാഭാവികമായും ഇതിനകത്ത് ഒരു വേണമെങ്കിൽ നമുക്കിതിന് പറയാമെന്ന് ഇലുമിനാറ്റി എന്നോ ഇല്ലെങ്കിൽ ഒരു അത്ഭുത പ്രതിഭാസം എന്നോ ഇതൊക്കെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇന്ത്യയുടെ ശത്രുവായ പാകിസ്ഥാൻ, ആ പാകിസ്ഥാനെ സഹായിക്കുന്ന തുർക്കി, അപ്പോൾ എന്താണ്, ഇന്ത്യയുടെ ഭാഗത്തേക്ക് പാകിസ്ഥാന്റെ തൊട്ടു പടിഞ്ഞാറ് വശമുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനെ തീർക്കാൻ കാത്തിരിക്കുന്നു. ഈ തുർക്കിയെ തീർക്കാൻ ഇസ്രയേല് നേരിട്ട് തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഈ റിപ്പോർട്ട് പ്രകാരം കാണുന്നത്. അവർ അസന്നിഗ്ധമായി പറയുന്നത് തുർക്കിയാണ് എന്ന് പറയുന്നു. അതായത് ഇന്ത്യയുടെ ശത്രുക്കളെ തീർക്കാൻ ഈ എന്താണ് പറയുന്നത്, മറ്റ് രാജ്യങ്ങൾ കൂടി വരുന്നു. അതിന് അവരുടേതായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ സഹായിക്കാനല്ല വരുന്നത്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ക്ലാഷാണ് അവരുടെ വിഷയം. ഇസ്രായേലിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്കും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പ്രധാന പ്രശ്നം ഹമാസിന്റെ തലയാണ് തുർക്കി. അതുകൊണ്ടാണ് അവരടിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ കിടക്കുകയാണ് ഇതിന്റെ കാര്യം. അതായത് ഓപ്പറേഷൻ സിന്ദൂർ ഇനി 2.0 തുടങ്ങിയാൽ ഒരുപക്ഷെ അത് പാകിസ്ഥാൻ കൊണ്ട് നിൽക്കില്ല. അത് അഫ്ഗാനിസ്ഥാൻ വഴി കയറി തുർക്കിയിലും അതിന്റെ പ്രകമ്പനങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മൾ പ്രത്യക്ഷത്തിൽ ഈ യുദ്ധം കാണുമ്പോൾ 2 ഡയമെൻഷനുള്ള യുദ്ധമായിട്ട് നമുക്ക് ഒരുപക്ഷെ തോന്നാം. പക്ഷെ രണ്ടിന്റെയും ബേസ് നോക്കുമ്പോൾ ഇന്ത്യയുടെ ശത്രുക്കളാണ്, ഈ പൊതു ശത്രുക്കളാണ് 2 പേര്. ഒരിടത്ത് കാലാകാലങ്ങളായി ഇസ്രായേൽ നോട്ടമിടുന്ന പാകിസ്ഥാൻ, ലോകത്ത് ആണവായുധം സൂക്ഷിക്കുന്ന ഒരു ഇസ്ലാമിക രാജ്യം, അതിനെ കൈകാര്യം ചെയ്യാൻ ഇന്ത്യയെ പണിയാനായി കാത്തിരിക്കുന്ന തുർക്കിയെ തകർക്കാൻ ഇല്ലെങ്കിൽ അവരുടെ ആ കേന്ദ്രങ്ങളെല്ലാം തച്ചുടയ്ക്കാൻ ഇസ്രായേലും അവരോടൊപ്പം ചില യൂറോപ്യൻ രാജ്യങ്ങളും കൂടി രംഗത്തെത്തുന്ന ഒരു മനോഹരമായ കാഴ്ച കാണുമ്പോൾ ഒന്ന് മിഡിൽ ഈസ്റ്റിലാണ്, മറ്റൊന്ന് ദക്ഷിണേഷ്യയിലാണ്. രണ്ടും രണ്ടിടത്താണ്
പക്ഷെ കഥ നമ്മൾ ചെല്ലുമ്പോൾ കഥയുടെ കണ്ടന്റ് ഒന്ന് തന്നെയാണ്, ഇല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ ഒന്ന് തന്നെയാണ്. ഇത് യാദൃച്ഛികമാണോ എന്ന് നമുക്ക് ചോദിച്ചാൽ യാദൃച്ഛികമാകാം. ഇല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഈ പ്രകൃതി ഒരുക്കി തരുന്ന ചില മുന്നണികളും സുഹൃത്ത് ബന്ധങ്ങളും ഐക്യങ്ങളും ഒക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ നമുക്ക് വേണമെങ്കിൽ കാണാം ഇതിനെ. കാരണം രണ്ടുപേർക്കും പൊതുശത്രുക്കൾ ഒരാളായി വരുന്നു. കാരണം നമുക്കറിയാം 2021 ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അധികാരത്തിലെത്തുന്ന പാകിസ്ഥാനാണ്. ഇന്ന് സ്ഥിതി മാറി. ഇന്ന് ആ താലിബാൻ ഏറ്റവും കൂടുതൽ സഹായത്തിനായി കേഴുന്നതിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. തുർക്കി എന്ന് പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്, നാറ്റോ രാജ്യമാണ്. ഇസ്രയേലുമായിട്ട് അവർ കൊമ്പ് കോർക്കുമെന്ന് ജീവിതത്തിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇല്ലെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഒരു കുലച്ചത് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ അവർ ശത്രുക്കളായി. ഞാൻ അതാണ് പറയുന്നത്, എപ്പോഴും നമ്മുടെ ഈ ജിയോ പൊളിറ്റിക്സ്, ലോകക്രമം എപ്പോഴും മാറി മറിയുകയാണ് അനുനിമിഷം. പണ്ടൊക്കെ ഒരു 5 വർഷം 3 വർഷം കൂടുമ്പോഴായിരുന്നു ചെറിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല, വളരെ വേഗത്തിലാണ് അത് മാറുന്നത്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു, അത് ഒരു അന്ധവിശ്വാസ കാര്യങ്ങളൊന്നുമല്ല. വാങ്കയുടെ ഒരു പ്രവചനം വന്നിട്ടുണ്ട്. അപ്പൊ ആ വാങ്കയുടെ പ്രവചനത്തിൽ വാങ്ക പറയുന്നത് 2026 ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് ദക്ഷിണേഷ്യ കേന്ദ്രീകരിച്ച് ഒരു യുദ്ധം ഉണ്ടാകുകയും അതൊരു വമ്പൻ യുദ്ധമായി പടിഞ്ഞാറേക്ക് വ്യാപിക്കുകയും ചെയ്യും. ആ യുദ്ധം 2026 ഉണ്ടാകും എന്നാണ് വാങ്ക പ്രവചിച്ചിരിക്കുന്നത്. വാങ്കയുടെ പ്രവചനം എങ്ങനെ വേണേ കാണാം. ഞാനത് ഇതിന്റെ കൂടെ ചേർന്ന് വരുന്നത് കൊണ്ട് മാത്രം ഞാൻ വാങ്ക ഇവിടെ ഉദ്ധരിച്ചതാണ്.